പ്രതികരിക്കാൻ ലേറ്റായതല്ല, നല്ല തൊണ്ടവേദനയും പനിയായിരുന്നു. അപ്പോൾ നമ്മുടെ അഖിൽമാരാറിൻ്റെ ആ പ്രസ്താവന ഒന്ന് നമുക്കൊന്ന് കേട്ടോക്കിയാലോ. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യം കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് എന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റ്. ചോദിക്കാനുള്ളത്, ചേട്ടൻ എത്ര തവണ പ്രസവിച്ചിട്ടുണ്ട്? ഇപ്പം ഈ ചേട്ടൻ ഈ ഘോരം പ്രസംഗിച്ചത് അന്നത്തെ കാലത്ത് അവര് പ്രസവിച്ചിട്ട് മാറി നിന്ന് അരി ഇടിക്കാനോ ചെമ്പ് കഴുകാനോ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ ആരും അവിടെ നോക്കാനോ അവരെ സഹായിക്കാനോ ഒന്നിനും ആരും ഇല്ല. അവര് തന്നെ പണിയെടുത്ത് അവര് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലേ അന്നത്തെ അന്നത്തിന് വകയുണ്ടാവുള്ളൂ. അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഫെസിലിറ്റീസ് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനും പറ്റുന്നുണ്ട്. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് റെസ്റ്റ് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു ശരീരം ആ ഒരു പ്രോസസ്സിങ് കടന്നു പോയതിനു ശേഷം പിന്നീടുള്ള കുറേ ദിവസങ്ങൾ ആ കുട്ടിക്ക് അത്യാവശ്യം റെസ്റ്റ് ആവശ്യമാണ്. പക്ഷേ പഴയ കാലത്ത് ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാനുള്ള ആവതില്ല. കാരണം എന്താ വെച്ചാൽ അവർ പണിയെടുത്താൽ മാത്രമേ അവർക്ക് വീട്ടിൽ എന്തെങ്കിലും അടുപ്പ് പുകയത്തുള്ളൂ. അതേ അവർ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ അവർ എൻജോയ് ചെയ്ത് പ്രസവിച്ചു എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. പേറ്റുനോ പറഞ്ഞ ഒരമ്മയും പറയില്ല ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് പ്രസവിച്ചിരുന്നത്, നല്ല അടിപൊളിയായിരുന്നു, വാ വണ്ടർഫുൾ ആയിട്ടായിരുന്നു. ഇന്ന് എന്തുകൊണ്ടാണ് ഒരു ഡെലിവറി ഒരു ടൈം ആവുമ്പോൾ ഭാര്യയുടെ കൂടെ ഇപ്പോൾ ഭർത്താക്കന്മാർ കയറുന്നത് എന്നറിയോ? അവർക്ക് സ്വന്തം കുഞ്ഞ് വരുമ്പോൾ അത് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടും അതുപോലെ തന്നെ അവർ അനുഭവിച്ച ആ വേദന കാണുമ്പോൾ അത്ര നാളും ആ ഒരു സ്ത്രീക്ക് കൊടുക്കാത്തൊരു പരിഗണന ചിലപ്പോൾ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം കിട്ടുമായിരിക്കും. കാരണം അത്രയും വേദന നിറഞ്ഞ പ്രോസസ്സിങ്ങിലൂടെയാണ് ഒരു സ്ത്രീ ഒരു അമ്മയാവുന്നത്. ആദ്യം തന്നെ ഒരു പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പീരീഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ മാരക വേദന എപ്പോഴെങ്കിലും എന്നെങ്കിലും ആ വേദനയുടെ ഒരു അംശം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അനുഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്ത് തേങ്ങാപ്പിണ്ണാക്കാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഡെലിവറി ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നതെന്നോ? അങ്ങനെയല്ല എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് ചിലപ്പോൾ വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കും അതൊക്കെ നിങ്ങളുടെ ഒരു ഇതാണ്. അല്ലാതെ മറ്റുള്ള ഒരു ആശുപത്രി കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി അല്ലെങ്കിൽ ആശുപത്രികൾ കോംപ്ലിക്കേഷൻസ് അങ്ങനത്തെ ഒന്നുമല്ല. ആരെയും പേടിപ്പിക്കുന്നില്ല. ഒരു പ്രസവിച്ച അമ്മയ്ക്കോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ അറിയാം ഏതൊക്കെ പ്രോസസ്സിങ്ങിലൂടെ ആയിരിക്കും ആ പെങ്കൊച്ച് കടന്നു പോകാന്നുള്ളത്. അപ്പം അവരെ അതിന് ധൈര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വേദനകൾ ഉണ്ടാവട്ടോ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടാവട്ടോ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇന്നത് ചെയ്യണം എന്നൊക്കെ പറയുന്നുള്ളൂ. അല്ലാതെ അവരെ പേടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഏത് അമ്മ ഏത് അച്ഛനോ ഏത് അമ്മായി അവരെ പേടിപ്പിച്ചിട്ടുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പ്രസ്താവനയോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല. ഞാനിതിങ്ങനെ കേട്ടപ്പോൾ നമുക്ക് എന്താ പറയുക, എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് പ്രസവ വേദന അത് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, സുഖപ്രസവമായിരുന്നു എന്ന്. എന്താണ് ഈ സുഖപ്രസവം എന്ന് പറയുന്നത്? ഏതെങ്കിലും പ്രസവിച്ചൊരു സ്ത്രീ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് നല്ല സുഖമായിരുന്നു പ്രസവിച്ചപ്പോൾ? ഒരിക്കലും പറയില്ല. സുഖപ്രസവം എന്ന് പറയുന്നത് എന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇന്നത്തെ കാലത്തും പറയുന്നുണ്ട് ഡെലിവറി കഴിഞ്ഞു ആ സുഖപ്രസവമായിരുന്നു എന്ന്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ അമ്മ അവിടെ അനുഭവിക്കുന്ന അതേ വേദന പുറത്ത് നിൽക്കുന്ന അച്ഛൻ ഉള്ളുകൊണ്ട്, ആ സ്ത്രീയുടെ ഭർത്താവ് ഉള്ളുകൊണ്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മേനെ ഡെലിവറിക്ക് കയറ്റിയപ്പോൾ എൻ്റെ അച്ഛൻ അത്രയും അനുഭവിച്ച ആ വേദന മറ്റുള്ളവരിൽ നിന്നും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ടെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉള്ളിൽ ഒരാൾ എത്രമാത്രം വേദനിച്ചിട്ടായിരിക്കും സ്വന്തം കുഞ്ഞിന് ജന്മം നൽകുന്നുണ്ടാവുക എന്ന് ബുദ്ധിയും ബോധമുള്ള ഒരു ഭർത്താവിന് മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ ആ മനുഷ്യനും അവിടെ നിന്നിട്ട് വിഷമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവാത്തത്, ഇദ്ദേഹത്തിന് പ്രസവിക്കാൻ പറ്റില്ല. ഇദ്ദേഹത്തിന് പ്രസവ വേദനയുടെ ഒരംശം എനിക്ക് തോന്നുന്നു മനസ്സിലാവില്ല. ഇനി അങ്ങോട്ട് മനസ്സിലാവാൻ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്തായാലും പ്രസവ വേദന അനുഭവിക്കാനുള്ള ഭാഗ്യമോ അല്ലെങ്കിൽ പ്രസവ വേദന എന്താണെന്ന് അറിയാനുള്ള യോഗമോ ഇല്ല. അപ്പോൾ പ്രസവിച്ച ഒരു സ്ത്രീ വളരെ എൻജോയ്മെൻറ്റിലാണ് പ്രസവിച്ചത് എന്ന് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഒരു ആശുപത്രികളും ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആശുപത്രികളിൽ ഒരുപാട് സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ ചില സൗകര്യക്കേടുകളും ഉണ്ടായിട്ടുണ്ട്. ആശുപത്രികളിൽ ഫെസിലിറ്റീസ് ഇപ്പോൾ നല്ലോണം കൂടിയിട്ടുണ്ട്. പക്ഷെ പല ആശുപത്രികളിലും ഇപ്പോൾ നമ്മൾ നിരന്തരം ന്യൂസിൽ കേൾക്കുന്നുണ്ട് പ്രസവത്തോടനുബന്ധിച്ചുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. അത് ഒരിക്കലും ആശുപത്രികളെ ഇപ്പോൾ നമുക്ക് എല്ലാ ആശുപത്രികളെയും ഒന്നടങ്കം കുറ്റം പറയാൻ പറ്റില്ല. ഒരു ഡോക്ടർമാരെയും നമുക്ക് എല്ലാം ഡോക്ടർമാരുടെ കുറ്റമെന്ന് പറയാനും പറ്റത്തില്ല. അപ്പം അതിലിപ്പോൾ 100 പേര് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 10 പേര് അല്ലെങ്കിൽ ഒരു 15 പേര് അങ്ങനെ വിചാരിക്കാം. പക്ഷേ ഒരു പ്രസവത്തെയും ഒരു ഡോക്ടറും വളരെ നിസ്സാരമായി കാണില്ല. അറ്റ്ലീസ്റ്റ് ഒരാളും ഒരു പെണ്ണ് പ്രസവിക്കാൻ പോവാണെന്ന് പറയുമ്പോൾ DJ പാർട്ടിക്ക് പോവാണ് പോലെ അവരെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ടല്ല വിടുക. അവരെ നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നല്ല കുഞ്ഞുമാവ് ഉണ്ടാവട്ടെ എന്നൊക്കെ അനുഗ്രഹിച്ച് വിട്ട് ആ ഡെലിവറിക്ക് ടൈമിൽ അവരെ ഡെലിവറിയിലേക്ക് അതിന് കയറ്റിയിട്ടോ അതിലേക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി എന്ന് പറയുമ്പോൾ പുറത്ത് നിൽക്കുന്ന അത്രയും ആൾക്കാരുടെ ഉള്ളിൽ പ്രാർത്ഥനയായിരിക്കും ആ അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കേടും പറ്റാതെ ഇങ്ങോട്ട് പോരട്ടെ എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്?
അത്രയും വേദനിച്ചിട്ടാണ് അവിടെ പ്രസവം നടക്കുന്നത്. അപ്പോൾ അതിൽ ആ ഡോക്ടർമാരും ദൈവങ്ങളെ പോലെയാണ്, അവിടെ നിൽക്കുന്ന നഴ്സുമാരും ദൈവങ്ങളെ പോലെയാണ്. കാരണം അവരും എല്ലാവരുടെയും ആ ഒരു ഒത്തൊരുമയിലാണ് അത്രയും പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ ബുദ്ധിയില്ല, ശരി, ബോധവും ഇല്ല. ഇപ്പോൾ പണ്ട് കാലത്ത് പറയുന്ന ഒരു സാധനമുണ്ട്, വാ വള്ളി വരെ പൂജയില്ല, വിവരം ലെവലേശയില്ല, അത്രയ്ക്ക് പറയാവുള്ളൂ. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഒരു സമാധാനം. എനിക്ക് മനസ്സിലാവുന്നില്ല ഇയാൾ എന്ത് തേങ്ങയൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നതെന്ന്. ഇയാൾക്ക് എന്തൊക്കെ കുറേ കാര്യങ്ങൾ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും. എന്നിട്ട് ഇയാളിങ്ങനെ ഷൂ എന്ന് പറഞ്ഞ എയറിൽ ഒരു പോക്ക് പോകും. എന്നിട്ട് തിരിച്ച് വരുമോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ എവിടെ എത്തിയെന്നും അറിയില്ല. അപ്പോൾ നല്ലൊരു പോക്ക് പോയിട്ടുണ്ട്, തിരിച്ചു വരുന്ന അടുത്ത കാലത്ത് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.